ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കണ്ടൻസ് ഓഫ് എ ലോക്കർ ആർ only known to the hirer, known to the bank, both A and B, none of the above. അപ്പോൾ ഒരു ലോക്കർ, ഒരു സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ആർക്കൊക്കെയാണ് അറിയാവുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കൊക്കെയാണ് അത്? ആരാണോ ആ ലോക്കർ എടുത്തിട്ടുള്ളത്, ആരാണോ അയാളുടെ സാധനങ്ങൾ വച്ചിട്ടുള്ളത്, അയാൾക്ക് മാത്രമേ അതറിയാൻ സാധിക്കത്തുള്ളൂ. ഒരിക്കലും ബാങ്കിൻ്റെ ആ ഒരു എംപ്ലോയീസിനോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് അറിയായിരിക്കും, ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും, അമ്മയുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും, ലോക്കറിൽ ഇതൊക്കെയാണ് വച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്നും ആ ഒരു ലോക്കറിൻ്റെ കൃത്യമായിട്ടുള്ള കീയും ആരുടെ കയ്യിലായിരിക്കും? ആ ഒരു ഹയറിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് only known to the hirer ആണ് കേട്ടോ. ആരാണ് ആ ലോക്കർ എടുക്കുന്നത്, അയാളെയാണ് ഹയറർ എന്ന് പറയുന്നത്. അയാൾക്ക് മാത്രമേ അതിലെന്താണുള്ളതെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നോക്കിയോളുക. സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സിൻ്റെ കേസിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് നോക്കാം. A safe deposit box, okay, also known as a safe deposit locker, is an individually secure container usually held within a large safe or a bank vault. അപ്പോൾ ഒരു ബാങ്കിൻ്റെ ഒരു വോൾട്ടിൻ്റെ അകത്ത് ഒരുപാട് സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് ഉണ്ടായിരിക്കും. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് എടുത്തവർക്ക് നമുക്ക് അറിയാൻ പറ്റും എന്താണ് മെയിൻലി അവിടെ ഉള്ളതെന്ന്. ചെറിയ ചെറിയ ബോക്സസ്, അതുപോലെ തന്നെ അതിൻ്റെ സൈസ് വേരി ചെയ്യുന്ന രീതിയിലും കുറച്ച് ബോക്സസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു നമ്പർ ഓഫ് ബോക്സസ് ബാങ്കിൻ്റെ ഒരു സേഫ് വോൾട്ടിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു വലിയൊരു സേഫിൻ്റെ അകത്ത്. നമുക്ക് ബാങ്കിൻ്റെ വോൾട്ട് തുറക്കുന്നതിന് നമുക്കറിയാം, ഒരു വലിയൊരു സേഫിൻ്റെ ഡോറ് പോലെയാണ് അത് ഇരിക്കുന്നത്. നമ്മൾ ഹീസ്റ്റ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ബാങ്ക് മോഷണം നടത്തുന്ന മൂവീസിലൊക്കെ നമ്മൾ മെയിൻലി കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഡോർ എങ്ങനെയാണ് ഗ്യാസ് കട്ടർ വെച്ച് അവർ മുറിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബേസിക്കലി നമുക്കിപ്പോൾ ഈ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ദിലീപിൻ്റെ ക്രൈസി ഗോപാലൻ സിനിമയ്ക്കകത്ത് അതിൻ്റെയൊക്കെ ഒരു സീൻസ് ഉണ്ട്, വിഷ്വൽസ് ഉണ്ട്. ഈ ലോക്കറിൻ്റെ അകത്ത് എങ്ങനെയാണ് അത് പൊളിക്കുന്നത്, ഈ ലോക്കറിൻ്റെ കീ ഇല്ലാതെ അത് പൊളിക്കുന്നതും അതിൽ നിന്ന് കണ്ടൻസ് എടുക്കുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ആ ഒരു സേഫ് ഡെപ്പോസിറ്റ് വോൾട്ടിൻ്റെ അകത്ത്, ഒരു വലിയ വോൾട്ടിൻ്റെ അകത്ത് ഉള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സാണ് ആക്ച്വലി സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ അല്ലെങ്കിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സേഫ് ഡെപ്പോസിറ്റ് ബോക്സസ് ആക്ച്വലി ബാങ്കുകളിൽ നമുക്ക് കിട്ടും, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ബാങ്കുകൾ മാത്രമല്ല, നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി എന്താണ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ദ സേഫ് ഡെപ്പോസിറ്റ് ബോക്സസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ വാല്യുബിൾ പൊസഷൻസ് സച്ച് ആസ് gemstones, precious marketable securities, luxury goods, important documents, etc. For example, wills, property deeds, birth certificates, etc. or computer data which need protection from theft, fire, flood, tampering, other perils. Okay, അപ്പോൾ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ മെയിൻലി എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസിന് വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ വാല്യുബിൾസിനെ എന്ത് ചെയ്യാനായിട്ട്, സേഫ് കസ്റ്റഡിയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബോക്സസ് ആണ്, ബാങ്കിൻ്റെ കസ്റ്റഡിയിലുള്ള ബോക്സസ് ആണ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് അല്ലെങ്കിൽ സേഫ് ഡെപ്പോസിറ്റ് ബോക്സസ് എന്ന് പറയുന്നത്. നമ്മൾ ഭൂരിഭാഗം സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വില്ലൻ ഭീഷണിപ്പെടുത്തുമ്പോൾ അയാളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ബാങ്ക് ലോക്കറിലാണ്, ഇതിൻ്റെ കോപ്പി ബാങ്ക് ലോക്കറിലുണ്ട്, ഇതിൻ്റെ കോപ്പിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഒറിജിനൽ ബാങ്ക് ലോക്കറിലുണ്ട് എന്നെല്ലാം പറയുന്ന ഒരുപാട് സീനുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർണ്ണം ഭാര്യയുടെ സ്വർണ്ണം മൊത്തം എന്ത് ചെയ്യും? ബാങ്ക് ലോക്കറിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രവണത നമ്മുടെ സൊസൈറ്റിയിലുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ലക്ഷറി ഗുഡ്സ്, അതുപോലെ തന്നെ ജെംസ്റ്റോൺസ് ഒക്കെ വയ്ക്കുന്നത് വലിയ വലിയ പണക്കാരായിരിക്കും. പക്ഷേ നോർമലി നമ്മൾ സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് ഉപയോഗിക്കുന്നത് സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, കമ്പ്യൂട്ടർ ഡാറ്റ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തെഫ്റ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള ഇല്ലെങ്കിൽ ടാമ്പർ ചെയ്യാൻ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഡാറ്റാസൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ബാങ്ക് ലോക്കറിൽ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. നമ്മുടെ ഹാർഡ് ഡിസ്ക് ആയാലും പെൻ ഡ്രൈവ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് എന്തും വയ്ക്കാം. ഓക്കെ, വാല്യുബിൾ പൊസിഷൻസ് എന്തും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ അകത്ത് വയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എടുക്കുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ്, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എടുക്കുന്ന സമയത്ത് ബാങ്കർ കസ്റ്റമർ റിലേഷൻസ് എന്തായിരിക്കുമെന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എടുക്കുമ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. അത് കൃത്യമായിട്ട് ചോദ്യം നോക്കി തന്നെ ഉത്തരം എഴുതണം. കാര്യം
റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ബാങ്കർ ആണോ, ബാങ്കർ ആൻഡ് കസ്റ്റമർ ആണോ, തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, ഈ ഒരു ലോക്കർ എന്ന് പറയുന്നത് എപ്പോഴും അത് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ ഈ ലോക്കർ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലായതുകൊണ്ട് ബാങ്ക് എപ്പോഴും അവിടെ എന്തായിരിക്കും? ബാങ്കർ അവിടെ എപ്പോഴും ലെസ്സർ ആയിരിക്കും. ഓക്കെ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിൽ നമ്മൾ എന്താണ്, ലെസ്സറാണ് റിലേഷൻ വരുന്നത്. അവിടെ ബാങ്കർ എപ്പോഴും എന്തായിരിക്കും? ലെസ്സർ ആയിരിക്കും. ഓണർ ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ആർ ഇടുന്നു. നമ്മുടെ കസ്റ്റമറിൻ്റെ കേസിലോ കസ്റ്റമർ അവിടെ എപ്പോഴും ലെസ്സി ആയിരിക്കും എന്ന് മനസ്സിലാക്കിക്കോളുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരാൻ സാധ്യതയുള്ള എപ്പോഴും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ബാക്കിയുള്ള ടോപ്പിക്സിലും വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ട നോമിനേഷൻ ഫെസിലിറ്റിയുടെ കേസിലും നമ്മൾ ഡെപ്പോസിറ്റ് ലോക്കറിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ 4 നോമിനീസിനെ നമുക്ക് വയ്ക്കാൻ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമുക്ക് സാധിക്കും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ച് വേണം നമ്മളെപ്പോഴും പഠിച്ചു പോകാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിക്കൊള്ളുക. ദ കസ്റ്റമേഴ്സ് ആർ റിക്വയർഡ് ടു പേ എ വൺ ടൈം രജിസ്ട്രേഷൻ ചാർജ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദി ലോക്കർ. അപ്പോൾ ലോക്കറിൻ്റെ സൈസ് അനുസരിച്ച് ആ ഒരു ചാർജും വേരി ചെയ്യും. പക്ഷേ ഒരു വൺ ടൈം ചാർജ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, റിന്യൂ ചെയ്യേണ്ട കേസസും കൂടി ഇവിടെ വരുന്നുണ്ട്. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിൽ റിന്യൂവൽ കേസസും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സ് എന്താണ്, ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചാർജ് പേ ചെയ്യുക ആ ഒരു ലോക്കറിൻ്റെ സൈസ് അനുസരിച്ച്, എന്നിട്ട് അതിനെ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളൊരു കേസാണ്. ഓക്കെ, ഇനി എന്താണ്, ദി കണ്ടൻസ് ഓഫ് ദി ലോക്കർ ആർ ഓൺലി നോൺ ടു ദി ഹയറർ ആണ്. ഓക്കെ, ആരാണ്? ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വന്നത്. ആരാണോ ആ ഒരു ലോക്കർ എടുക്കുന്നത് അയാളാണ് ഹയറർ എന്ന് പറയുന്നത്. അതായത് ലെസ്സി എന്ന് പറയുന്ന ആളാണ് ഈ ഹയറർ എന്ന് പറയുന്ന ആൾ. ലെസ്സി എന്ന് പറയുന്ന ആളാണ് ഈ ഹയറർ. അതായത് കസ്റ്റമറാണ് ഹയററായിട്ട് വരുന്നത്. അയാൾക്ക് മാത്രമേ എന്തറിയാൻ പറ്റുന്നുള്ളൂ, ആ ഒരു ലോക്കറിൻ്റെ അകത്ത് എന്ത് രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് വച്ചിരിക്കുന്നതെന്ന് അറിയുന്നത് ഈ ഒരു ലെസ്സിക്കായിരിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, ഇനി ഈ ഒരു ലോക്കറിന് മേജറായിട്ട് 2 കീസ് ഉണ്ടായിരിക്കും. നമ്മളെല്ലാ പടത്തിലും കണ്ടിട്ടുള്ളതാണ്. നമ്മളെല്ലാ സിനിമകളിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന സാധനങ്ങളാണ് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയൊരു വിഷ്വൽ മീഡിയയാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മൾ സിനിമകളിൽ മിക്കതിലും കണ്ടിട്ടുള്ളതാണ് ഒരു ലോക്കർ എടുക്കാൻ പോകുമ്പോൾ. ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ പണ്ടത്തെ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ജയറാമിൻ്റെയും ശ്രീനിവാസൻ്റെയും അതുപോലെ തന്നെ ശോഭനയുടെ ഒരു സിനിമയുണ്ട്. ശ്രീനിവാസൻ ഒരു മജീഷ്യനായിട്ടൊക്കെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നൊരു സിനിമയാണ്. അതിൽ ഈ ഒരു ലോക്കറിൻ്റെ കേസ് കാണിക്കുന്നുണ്ട്. ലോക്കറിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആളെ ക്രൂരകൃത്യങ്ങൾ ക്യാപ്റ്റൻ രാജുവിൻ്റെ ക്രൂരകൃത്യങ്ങളെല്ലാം പറയുന്നൊരു ലോക്കർ ലോക്കറിൽ വച്ചിട്ടുള്ളൊരു സീനുണ്ടായിരുന്നു. ആ സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ബാങ്കിൻ്റെ ആ ഒരു എംപ്ലോയി ചെന്ന് ഒരു കീ എടുത്തത് തുറക്കുന്നത്. ഒരു കീ ആരുടെ കയ്യിലായിരിക്കും? ആ ബാങ്കിൻ്റെ എംപ്ലോയിയുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിൻ്റെ കൈവശമായിരിക്കും. അതിൻ്റെ മറ്റൊരു കീ ആരുടെ കയ്യിലായിരിക്കും? ആ ഒരു കസ്റ്റമറിൻ്റെ കയ്യിലായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു സിനിമയ്ക്കകത്ത് ശോഭനയുടെ കയ്യിലായിരുന്നു. അപ്പോൾ ശോഭന മാത്രമേ അതിൻ്റെ അകത്ത് കയറി എന്ത് ചെയ്യുന്നുള്ളൂ? ആ ഒരു ലോക്കർ തുറക്കുന്നുള്ളൂ. അതെല്ലാം നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ മേജറായിട്ടും ആ ഒരു ലോക്കറിന് 2 കീസ് ഉണ്ടായിരിക്കും. അതിലൊരു കീ ബാങ്കിൻ്റെ കൈവശം തന്നെ വെച്ചിരിക്കും, മറ്റൊരു കീ ആരുടെ കയ്യിലായിരിക്കും? ആ ഒരു കസ്റ്റമറിൻ്റെ കയ്യിലായിരിക്കും. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഫൈനും കാര്യങ്ങളും എല്ലാം ബാങ്ക് ഈടാക്കുന്നതാണ്. ഓക്കെ, ദ വൺ കീ വിൽ ബി ഗിവൺ ടു ദി ഇൻഡിവിജ്വൽ ഹു ഓപ്പൺസ് ദി ബാങ്ക് ലോക്കർ ആൻഡ് ദി അതർ വിൽ ബി വിത്ത് ദി ബാങ്ക്. അപ്പോൾ ഒരെണ്ണം കസ്റ്റമറിൻ്റെ കയ്യിലും ഒരെണ്ണം ബാങ്കിൻ്റെ കയ്യിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാങ്ക് ലോക്കറുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മെയിനായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചോളുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും.